അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പതാകയുമായി മുന്നേറുകയാണ്. തൻ്റെ മുൻഗാമികൾ വീരരക്തസാക്ഷിത്വം വഹിച്ചിരിക്കുകയാണ്. തനിക്കും അവരെ പിന്തുടരണം, രക്തസാക്ഷിയാകണം. അതിനു മുമ്പേ കുറേ ശത്രുക്കളെയെങ്കിലും തുരത്തണം. എന്തൊരു വാൾ പ്രയോഗം! വരുന്ന വഴിയിൽ ശത്രുക്കൾ പിന്മാറുന്നു. വിട്ടേറ്റവർക്ക് കണക്കില്ല. യുദ്ധചരിത്രത്തിലെ അത്ഭുതകരമായ രംഗങ്ങളാണ് മുഅ്ജരണാങ്കണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിലേക്കുള്ള ആവേശകരമായ ഓട്ടം. എന്തൊരു വേഗമാണതിന്! കുന്തങ്ങളും വാളുകളും അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ മുറിവുണ്ടാക്കി. ശരീരത്തിൽ വെട്ടുകൾ വീഴുന്നു. ഇടതും വലതും കൈകൾക്ക് വെട്ടേറ്റു. രക്തം വാർന്നൊഴുകി മറിഞ്ഞു വീഴുകയാണ്. ഏറെ മോഹിച്ച രക്തസാക്ഷിത്വം പതാക നിരത്തി വീഴും മുമ്പേ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൈവശമാക്കി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ അല്പം വെള്ളവുമായി ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപം ഓടിയെത്തി. അദ്ദേഹം മരണവുമായി മല്ലിടുകയായിരുന്നു. താങ്കൾ അല്പം വെള്ളം കുടിക്കൂ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വേണ്ട, ഞാൻ നോമ്പുകാരനാണ്. നോമ്പ് തുറക്കുന്ന സമയം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം. അല്ലെങ്കിൽ നോമ്പുകാരനായിക്കൊണ്ട് തന്നെ ഞാൻ പോകട്ടെ, എൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകട്ടെ. ആ ധീരസേനാനി മരണത്തിലേക്ക് അതിവേഗം നീങ്ങുകയായിരുന്നു. യുദ്ധം പിന്നെയും തുടർന്നു. ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കണം. നേതാക്കൾ മരിച്ചു വീണു. പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ ആരാണ് സന്നദ്ധരാകുക? എല്ലാവരും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ട് പരന്നു. യുദ്ധം നിന്നു. ഇനി നാളെ. ധീരനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുത്തു. ഉഹുദിൽ വെച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധതന്ത്രം നാം കണ്ടതാണ്. ശക്തി കൊണ്ടല്ല, തന്ത്രം കൊണ്ട് ജയിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു. ആ രാത്രിയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചു. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം സൈന്യത്തെ അത്ഭുതകരമായ രീതിയിൽ വിന്യസിച്ചു. മുൻനിരകളിൽ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അങ്ങനെ ഏതാനും നിരകൾ. പിൻനിരയിൽ വളരെ നീളത്തിൽ സൈനികരെ വിന്യസിച്ചു. ശത്രുക്കൾ രാവിലെ വന്ന് നോക്കുമ്പോൾ വളരെ ഭീകരമായ കാഴ്ചയാണ് കണ്ടത്. വളരെ നീളമുള്ള മുസ്ലിം നിര ഇന്ന് ഇതിൻ്റെ 10-1 പോലുമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയേറെ സൈന്യങ്ങൾ വന്നുവോ? മദീനയിൽ നിന്ന് 10,000 വന്നതുപോലെ തോന്നി. ഇന്നലത്തെ പരാക്രമണങ്ങൾ ശത്രുക്കളെ ഭീതിപ്പെടുത്തിയിരുന്നു. വെട്ടേൽക്കുന്തോറും മുന്നോട്ട് കുതിക്കുന്ന നേതാക്കൾ. മുറിവ് പറ്റിയാൽ അതും കൊണ്ടോടുന്ന സൈനികരെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. സൈന്യാധിപന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലിരുന്നു. യുദ്ധം നിയന്ത്രിക്കുന്നതാണ് റോമക്കാരുടെയും മറ്റും അറിവ്. ഇവിടെയല്ല അതല്ല കണ്ടത്. സൈന്യാധിപന്മാർക്ക് ആദ്യം മരിക്കണം. ഇതെന്തൊരു ജനത! അങ്ങനെയുള്ള 10,000. അവരോട് ഏറ്റുമുട്ടിയാൽ റോമൻ സൈന്യം നാമാവശേഷമാകും. തൽക്കാലം പിന്മാറുന്നതാണ് യുക്തി. സൈനിക നേതാക്കൾ കൂടി ആലോചന നടത്തി. പിന്മാറാൻ തീരുമാനിച്ചു. കൽപ്പന കിട്ടാൻ താമസം സൈന്യം പിന്മാറി തുടങ്ങി. പിന്തിരിഞ്ഞോടുമ്പോൾ മുസ്ലിം സൈന്യം പിന്നിൽ നിന്ന് ആക്രമിക്കുമോ എന്ന് ഭയം. അതോടെ ഓട്ടത്തിന് വേഗം കൂടി. മുസ്ലിം സൈന്യം നിന്നേടത്ത് തന്നെ നിന്നു. ശത്രുക്കളുടെ പലായനം അവരെ അതിശയിപ്പിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിന് മുൻഭാഗത്തു മാത്രം 90-ൽ പരം മുറിവുകളുണ്ടായിരുന്നു. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ഒരുമയോടെ മുന്നേറിയാൽ അത്ഭുതകരമായ മാർഗത്തിലൂടെ അള്ളാഹു സഹായിക്കുമെന്ന മഹത്തായ പാഠമാണ് മുഅ്ത യുദ്ധത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിലും സത്യവിശ്വാസികൾക്ക് തക്ക സമയത്ത് സഹായമെത്തും. പിൽക്കാല തലമുറക്കാർ അങ്ങനെ ഒരു പാഠം കൂടി മുഅ്ത യുദ്ധത്തിൽ നിന്ന് പഠിക്കണം.